കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലെ ഉള്ള പഠനം തുടരുകയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം ഞാൻ ഓർപ്പിച്ചതുപോലെ 6 സെക്ഷനാ ഉള്ളത്. ഒരു മിനിറ്റ് ഞാൻ നോട്ട് ചെയ്തു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം അധ്യായം 6 സെക്ഷനാ. അതിൽ 1-ാമത്തെ സെക്ഷനും 2-ാമത്തെ സെക്ഷനും നമ്മൾ കഴിഞ്ഞു. 3-ാമത്തെ സെക്ഷൻ ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ സെക്ഷൻ 6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ സെക്ഷൻ 6 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. ഈ സഭായുഗം എന്നുള്ളത് പഴയ നിയമത്തിൽ ദൈവം നിഴലായിട്ടോ പൊരുളായിട്ടോ പ്രവചനമായിട്ടോ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു കാര്യമായിരുന്നെന്ന് ഓർപ്പിക്കട്ടെ. പലര് പഴയ നിയമത്തിൽ സഭയെ കാണുന്നുണ്ട്, പഴയ നിയമത്തിൽ സഭ ഇല്ല എന്നുള്ള കാര്യം പുതിയ നിയമം വ്യക്തമാക്കുന്നു. അപ്പൊ അങ്ങനെ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയാത്ത ഒരു കാര്യം, അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവും തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയുടെ സമയത്ത് വ്യക്തമായിട്ട് പറയാത്തത് ഹിന്റ് നൽകി, എന്നാൽ വ്യക്തമായിട്ട് പറയാത്ത ഒരു കാര്യമാണ് സഭ അല്ലെങ്കിൽ സഭായുഗം അല്ലെങ്കിൽ കൃപായുഗം. പെന്തിക്കോസ്ത് നാളിൽ ഈ കൃപായുഗം തുടങ്ങിയപ്പോൾ ഇത് നിങ്ങൾ യോയേൽ പ്രവചനത്തിൽ വായിക്കുന്ന ഇന്ന പ്രവചനമാണെന്ന് പത്രോസ് പറഞ്ഞെങ്കിലും പത്രോസിനും ആ വിഷയത്തെക്കുറിച്ച് പൂർണ്ണ വ്യക്തത ഇല്ലായിരുന്നു. പത്രോസിന് അത് പൂർണ്ണമായിട്ട് വ്യക്തമായത് ആ കൊർന്നേലിയസിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നപ്പോൾ പത്രോസ് വിശന്ന് മയങ്ങി അല്ലെങ്കിൽ ഏതാണ്ട് മയക്കത്തിന്റെ അവസ്ഥയിലെത്തി. ആകാശത്തു നിന്നൊരു തുപ്പട്ടി ഇറങ്ങി വന്നു. ആൻഡ് അതിലുള്ളതിനെ ഭക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവെ അശുദ്ധമായതിനെ അടിയൻ സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം ശുദ്ധം എന്ന് പ്രഖ്യാപിച്ചതിനെ നീ അശുദ്ധം എന്ന് പറയരുതെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പത്രോസ് കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് ഇതൊരു പുതിയ യുഗമാണെന്നും ഈ യുഗത്തിൽ യഹൂദന് യവനെന്നുള്ള അന്തരമില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇവിടെ ഒരു കാര്യം പെട്ടെന്ന് പറയട്ടെ. പത്രോസിന് സ്വർഗത്തിന്റെ താക്കോല് കൊടുത്തെന്ന് പറയുന്നത് നമ്മളിൽ പലർക്ക് വലിയ അലർജി ഉള്ള ഒരു വാക്കാണ്. എന്നാൽ ആക്ച്വലി ഈ കൃപായുഗം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യവും ദൈവം പത്രോസിൽ കൂടെയായി ചെയ്യിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കല്ലറയിൽ ആദ്യമായി പ്രവേശിച്ചത് പത്രോസാണ്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന്റെ മുൻപ് എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ളത് കർത്താവ് പറഞ്ഞ പത്രോസിനോടാണ്. പെന്തിക്കോസ്ത് നാളിൽ ഇത് ആ പ്രവചനം നിറവേറിയതാണെന്നുള്ളത് ആദ്യമായിട്ട് വെളിപ്പെടുത്തിയത് പത്രോസാണ്. യഹൂദനും യവനനും തമ്മിലുള്ള അന്തരം മാറ്റിയിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയത് പത്രോസാണ്. അങ്ങനെ പത്രോസിന് ശിഷ്യന്മാരുടെ ഇടയ്ക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് താക്കോല് നൽകിയിരിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതല്ലാതെയും വേറെ പല കാര്യങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. ശിഷ്യന്മാരുടെ ഇടയ്ക്ക് പത്രോസിന് വളരെയധികം പ്രയോറിറ്റി ദൈവം കൊടുത്തിരുന്നു. സഭായുഗത്തിൽ പത്രോസിനെ വളരെ സ്പെഷ്യലായ രീതിയിൽ ദൈവാത്മാവ് ഉപയോഗിച്ചതായിട്ട് നാം കാണും. പൗലോസ് അത് കഴിഞ്ഞു വന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്ലസ് പൗലോസിന്റെ ശുശ്രൂഷ വിജാതിയരുടെ ഇടയ്ക്കാണെന്നുള്ളത് അത് മനസ്സിലാക്കി വരാൻ കുറച്ച് സമയമെടുത്തു എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കട്ടെ. പത്രോസിന്റെ ആ ഇമ്പൾസീവ് നേച്ചർ, എടുത്തിയാട്ടത്തിന്റെ കാരണം കൊണ്ട് ഈവൻ ഗലാത്യ സഭയില് ചെന്ന് കഴിഞ്ഞപ്പം പ്രശ്നമുണ്ടായെങ്കിലും പുതിയ നിയമസഭയിൽ പത്രോസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥാനം ദൈവം നൽകിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ആദ്യത്തെ മാർപ്പാപ്പ ഒന്നും അല്ലായിരുന്നു, ബട്ട് പത്രോസിന് മറ്റ് ശിഷ്യന്മാരെക്കാൾ വളരെയധികം ഒരു ഉന്നത സ്ഥാനം ദൈവം നൽകിയിരുന്നു. ഫൈനൽ തീരുമാനം പലപ്പോഴും യാക്കോബ് പറഞ്ഞാണ് നമ്മൾ കേൾക്കുന്നത്. അത് യാക്കോബ് കുറച്ചുകൂടെ സീരിയസും ഘനശാലിയായ വ്യക്തിയായിരുന്നു, അതുകൊണ്ടാണ്. ബട്ട് പത്രോസിന് പുതിയ നിയമസഭയിൽ ദൈവം നൽകിയിരിക്കുന്ന ആ നിസ്തുല്യമായ പൊസിഷൻ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി ഈ സെക്ഷനിൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം സെക്ഷനിൽ ദൈവാത്മാവ് വ്യക്തമാക്കുന്ന ഒരു കാര്യം വളരെ കെയർഫുൾ ആയിട്ട് പൗലോസ് തന്റെ ശുശ്രൂഷയെക്കുറിച്ചും പുതിയ നിയമത്തിലെ സഭാസത്യങ്ങളെക്കുറിച്ചും സഭാ നേതൃത്വത്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സഭാ നേതൃത്വത്തിന് കാര്യങ്ങൾ വ്യക്തമായത്. അതിനു മുൻപ് തന്നെ പത്രോസ് ആ കൊർന്നേലിയോസിന്റെ സംഭവത്തിന്റെ കാര്യം യെരുശലേമിലുള്ള സഭയോട് പറഞ്ഞിരുന്നു. സോ അങ്ങനെ ആദ്യമേ പത്രോസ് ആ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പൗലോസ് ഈ കാര്യങ്ങൾ പറഞ്ഞു.
ഇവർ രണ്ടുപേരും വളരെ കെയർഫുൾ ആയി, വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് കൊണ്ടാണ് ഇതൊരു പുതിയ യുഗമാണെന്നും ഈ കൃപായുഗം ന്യായപ്രമാണ യുഗത്തിൽ നിന്ന് ഭിന്നമാണെന്നും ന്യായപ്രമാണ യുഗത്തിൽ യഹൂദനും വിജാതീയരും തമ്മിലുള്ള അന്തരം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ദൈവം തന്നെ പറഞ്ഞുവെങ്കിലും പുതിയ നിയമത്തിൽ ആ അന്തരം തുടച്ചു മായ്ച്ചത് ദൈവം തന്നെയാണ്. സോ ഈ വിഷയങ്ങളെല്ലാം ആദ്യ പത്രോസും അത് കഴിഞ്ഞ് പൗലോസും യെരുശലേമിലുള്ള സഹോദരന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പുതിയ യുഗത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നത്. അപ്പൊ ഒരു ചോദ്യം വരുന്ന യെരുശലേമിലുള്ള സഹോദരന്മാരോട് എന്തുകൊണ്ട് ഇതെല്ലാം പറയേണ്ടി വന്നു? ഞാൻ ഓർപ്പിക്കട്ടെ, ഈ പുതിയ നിയമത്തിൽ ദൈവം എന്നെ വിളിച്ചു, ഞാൻ ദൈവത്തോട് മാത്രമാണ് എനിക്ക് കടപ്പാടുള്ളത്, എനിക്ക് ആരോടും കടപ്പാടില്ല, ആരും പറയുന്നത് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്തു ചെയ്തു എന്ന് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എന്റെ വിളി എന്ത് എന്ന് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല എന്ന് വേർപാടിൽ ചിലപ്പം കേൾക്കുന്ന ഒരു രീതിയാണ്. അതിന്റെ പശ്ചാത്തലം ഞാൻ ഓർപ്പിച്ചിരുന്നു. 1970കളിൽ ബാപ്റ്റിസ്റ്റ് പെന്തിക്കോസ്ത് സഭകളിൽ വിദേശത്തുനിന്ന് കാശിന്റെ പ്രവാഹം തുടങ്ങിയപ്പോൾ ആ സഭകളിൽ കാശിന്റെയോ നൈതിക ധാർമ്മിക ജീവിതത്തിലോ പ്രശ്നമുണ്ടാക്കിയ ആളുകളെ അവിടുന്ന് പുറന്തള്ളിയപ്പോൾ അവർ വേർപാടിലുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ കാലേ വന്ന് വീണ് ഒറ്റ രാത്രിയും കൊണ്ട് വേർപാട് ഉപദേശിമാരായി കഴിഞ്ഞപ്പോൾ വേർപാടിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി അവര് ഉപയോഗിച്ച ഒരു രീതിയാണ് എന്നെ ദൈവം വിളിച്ചു, എന്നെ മനുഷ്യനല്ല വിളിച്ചത്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോട് മാത്രമേ കടപ്പാടുള്ളൂ, എനിക്ക് മനുഷ്യരോട് കടപ്പാടില്ല, എന്നെ ദൈവം എന്തിനു വിളിച്ചെന്ന് ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല, ഞാൻ സുവിശേഷ വേല എന്ത് ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു, എവിടെ ചെയ്യുന്നു എന്നാരോടും പറയേണ്ട ആവശ്യമില്ല, ഒരു പ്രാദേശിക സഭയും നീ എന്ത് ചെയ്യുന്നെന്ന് എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഇഷ്ടമുള്ള പ്രാദേശിക സഭയിൽ ഞാൻ പോകും, എന്നാൽ ആ സഭയിലുള്ള മൂപ്പന്മാര് എന്നോടൊന്നും ചോദിച്ചു പോകരുത്, എന്നോടൊന്നും പറഞ്ഞു പോകരുത്, നിങ്ങൾ ഒരു കാര്യം ചെയ്തേച്ചാൽ മതി, വേർപാടുകാരായ നിങ്ങൾ വിഡ്ഢികളാണ്, അതുകൊണ്ട് എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്താൽ മതി. ഈ ഒരു ആറ്റിറ്റ്യൂഡ് പുതിയ നിയമത്തിൽ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിന്ന് ടോട്ടലി വിപരീതമാണെന്നുള്ളത് ദൈവജനം മനസ്സിലാക്കണം. 2-ാം അധ്യായം തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ വായിക്കുന്നത് ദൈവം പൗലോസിനെ വിളിച്ചു, മനുഷ്യരിൽ കൂടെ അല്ല വിളിച്ചത്, ദൈവാത്മാവ് ഡയറക്ട്ലി വിളിക്കുകയാണ് ചെയ്തത്. ആൻഡ് പൗലോസ് അന്ധനായിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസിന്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ദൈവദാസനെ വിട്ടപ്പോൾ നീ എന്ത് ചെയ്യണം എന്നുള്ളത് നിനക്ക് വെളിപ്പെടുത്തി തരും, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ മനുഷ്യരല്ല പൗലോസിനെ അപ്പോയിന്റ് ചെയ്തത്. എന്നാൽ അങ്ങനെ ദൈവം ഡയറക്ട്ലി അപ്പോയിന്റ് ചെയ്തെങ്കിൽ പോലും പൗലോസ് യെരുശലേം സഭയിലുള്ള സീനിയർ സഹോദരന്മാരോട് താൻ ആര്, താൻ എന്ത്, തന്റെ വിളി എന്ത് എന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഇതാണ് പുതിയ നിയമ മാതൃക. ഇത് ഞാൻ എടുത്തു പറയാൻ ഒരു കാര്യം, നമ്മുടെ ഇടയ്ക്ക് ഉള്ള ഒരു മനോഭാവമാണ്, ആരെങ്കിലും എന്തെങ്കിലും ദൈവവചനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിനെതിരെ 2 വാക്ക് പറഞ്ഞിരിക്കും. ഇപ്പൊ കർത്താവ് 3 പകലും 3 രാവും കല്ലറയിൽ ഉണ്ടായിരുന്നു എന്ന പ്രവചനം കർത്താവ് തന്നെ അത് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനല്ല ഇങ്ങനെ എന്ന് പറഞ്ഞെങ്കിലേ ചിലർക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഇതെല്ലാം ആ ദൈവാത്മാവ് വെച്ചിരിക്കുന്ന, സഭയിൽ വെച്ചിരിക്കുന്ന അതോറിറ്റിയെ വെല്ലുവിളിക്കുന്ന പ്രവണതയാണ്. അത് മനസ്സിലാക്കി ഈ ദൈവവചനം കേൾക്കുന്ന വിശ്വാസികൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാരണം വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതുകൊണ്ട് നാം സഭയിലുള്ള നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ളവര്, സഭ മൂപ്പന്മാര്, അതുപോലെ തന്നെ മൂപ്പന്മാരല്ലെങ്കിൽ നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ളവർ, അവരോടൊക്കെ നമുക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല. പൗലോസ് വ്യക്തമായിട്ട് പറയുന്ന, എന്നെ ഡയറക്ട്ലി ദൈവമാണ് വിളിച്ചത്, അതുകൊണ്ടാണ് ആ പ്രമാണികളല്ല എന്നെ വിളിച്ചതെന്നുള്ളത് വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, അവരെ എങ്ങനെയുള്ളവർ ആയിരുന്നാൽ എനിക്കേതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ചു തന്നിട്ടില്ല. പൗലോസിന് കിട്ടിയ വെളിപ്പാട്, പൗലോസിന് കിട്ടിയ വിളി,
അത് ദൈവത്തിൽ നിന്ന് ഡയറക്ട്ലി ആണ് എന്ന് ഇവിടെ നാം വായിക്കുന്നു. എന്നാൽ അങ്ങനെ ഡയറക്ട്ലി വിളി കിട്ടിയിട്ട് പോലും പൗലോസ് തന്നെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളോട് ഒരു അക്കൗണ്ടബിലിറ്റി എന്നും പ്രദർശിപ്പിച്ചു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ നമ്മളത് കാണുന്നത്. ദൈവമാണ് സഭയില് ലീഡ് ചെയ്യുന്ന ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നിവിടെ നാം വായിക്കുന്നു. എന്നാൽ അങ്ങനെ ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന ആളുകള് അവരുടെ മാനുഷ അറ്റൈൻമെന്റ് അതിന്റെ അടിസ്ഥാനത്തിലല്ല അവർക്കുള്ള സ്ഥാനം. എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ലെന്ന് പറഞ്ഞാല് ചിലർ വലിയ ധനികരായിരിക്കും, ചിലര് യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവരായിരിക്കും. അതൊന്നും അല്ല ഇവിടെ വിഷയം. ദൈവം എന്നെ വിളിക്കും എന്ന് ദൈവം ഈ പോർഷൻ ഓർപ്പിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഒരു സഭയുടെ നേതൃത്വത്തില് ഒരു വ്യക്തിയെ ദൈവം അപ്പോയിന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യേണ്ടത്, ആദരം നൽകേണ്ടത്. ആ വ്യക്തിയുടെ ലോകപ്രകാരമുള്ള അറ്റൈൻമെന്റ് നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വാക്ചാതുര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ലോകപ്രകാരമുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം അവരെ അപ്പോയിന്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ ഓണർ ചെയ്യുന്നത്. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ലെന്ന് പറയുന്ന ഭാഗം നമ്മളെ പ്രത്യേകം ഓർപ്പിക്കുന്നത് സഭയിലെ മുഖപക്ഷം പാടില്ല, ഒരു രീതിയിലുള്ള മുഖപക്ഷം പാടില്ല. എന്നാൽ നാം ദൈവം വെച്ചിരിക്കുന്ന ആ അതോറിറ്റീസ് അത് മറന്നു കളഞ്ഞാൽ നമ്മൾ മുഖപക്ഷമുള്ളവരായി തീരും. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ ഓർപ്പിക്കുന്നത് നമുക്ക് ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മളെ വിളിക്കുന്നത് ദൈവമാണ്, ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണ്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിലും പൗലോസ് തന്റെ ശുശ്രൂഷ യെരുശലേമിലുള്ള ലീഡർഷിപ്പിനോടും തന്നെക്കാൾ സീനിയർ ആയിട്ടുള്ളവരോട് വളരെ ക്രമീകൃതമായിട്ട് പറഞ്ഞു, ഷെയർ ചെയ്തു, അവരെ കൺവിൻസ് ചെയ്തു എന്ന് ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നു. വിളിക്കുന്നത് ദൈവമാണ്, വിളി ദൈവത്തിൽ നിന്നാണ്. എന്നാൽ നമ്മൾ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരും നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളോട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കടപ്പെട്ടവരാണ്. ഈ കാര്യം ദൈവവചനത്തിൽ വേറെ പലയിടത്ത് മറ്റ് പല രീതിയിൽ ഓർപ്പിച്ചിട്ടുണ്ട്. റോമാലേഖന 2-ാം അധ്യായത്തിന്റെ 11 നാം വായിക്കുന്നത്, റോമർ 2-ാം അധ്യായം 11 നാം വായിക്കുന്നത് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. അപ്പൊ ദൈവം ഒരാളെ അപ്പോയിന്റ് ചെയ്യുന്നത് ദൈവ ഇഷ്ടപ്രകാരമാണ്. ആ വ്യക്തിയുടെ ലോകപ്രകാരമുള്ള പൊസിഷനോ ധനസൗകര്യങ്ങളോ പഠിത്തമോ അല്ലെങ്കിൽ ജോലിയിലുള്ള പൊസിഷനോ ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം വിളിക്കുന്നത് തന്നെ ഇഷ്ടപ്രകാരമാണെന്ന് ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:34-35 നാം വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 10:34-35 വായിക്കുന്നത്, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിൽ അവനെ ഭയപ്പെട്ട്. അത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പുതിയ നിയമത്തിൽ പലയിടത്ത് വായ് തുറന്നു യേശുക്രിസ്തു വായ് തുറന്ന് ഉപദേശിച്ചെന്നുള്ള ഒരു പദപ്രയോഗമുണ്ട്. അത് പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ അതിന്റെ ആവശ്യം, അത് പറയേണ്ട ആവശ്യം എന്താ? വാ തുറക്കാതെ ആർക്കും സംസാരിക്കാൻ സാധിക്കത്തില്ലല്ലോ. റൈറ്റ്, വാ തുറക്കാതെ ആർക്കും സംസാരിക്കാൻ സാധിക്കത്തില്ല. ഗ്രീക്ക് ഭാഷയിൽ വായ് തുറന്നു സംസാരിച്ചു എന്നുള്ളത് ഒരാലങ്കാരിക പ്രയോഗമാണ്. അത് നമ്മുടെ ഭാഷയിലോട്ട് നമ്മുടെ ഈ മലയാളം ബൈബിൾസിലോട്ടൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബൈബിൾ സൊസൈറ്റിയുടെ ട്രാൻസ്ലേഷനിൽ ആലങ്കാരിക പ്രയോഗം പോലും അത് ലിറ്ററലായിട്ട് ആക്ഷരികമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആലങ്കാരികമായിട്ട് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ഇരിക്കും. പത്രോസ് ആധികാരികമായിട്ട് പറഞ്ഞു തുടങ്ങിയത്, ഈ വായ തുറന്നു, യേശു വായ തുറന്നു, പത്രോസ് വായ തുറന്നു എന്ന് പറഞ്ഞത്, അതിന്റെ ആ ആലങ്കാരിക പ്രയോഗം നമ്മുടെ ഭാഷയിൽ വരുമ്പോൾ അപ്പോൾ പത്രോസ് ആധികാരികമായിട്ട് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷയില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ യുഗത്തിൽ ഒരു വ്യക്തി ദൈവത്തോട് പറ്റിച്ചേരാൻ ആഗ്രഹിച്ചു എങ്കിൽ അവൻ അവന്റെ മതം വിട്ട് യഹൂദന്മാരുടെ അടുത്ത് ചെന്ന് യഹൂദന്മാരുടെ രീതിക്കനുസരിച്ച് സർക്കംസിഷൻ അല്ലെങ്കിൽ പരിച്ഛേദന പ്രാപിച്ച് യഹൂദ മതാചാരത്തിനനുസരിച്ച് ജീവിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യാത്തവരോടും കർത്താവ് കരുണ കാണിച്ചിട്ടുണ്ട്. കാരണം ദൈവം കൃപ നിറഞ്ഞവനാണ്. എന്നാൽ ഒരു ബേസിക് ഒരു പെരുമാറ്റച്ചട്ടം
പഴയ നിയമത്തിൽ ഒരു വ്യക്തി രക്ഷയുടെ അനുഭവം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യഹൂദന്മാരുടെ അടുത്ത് ചെന്ന് അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് ആ ന്യായപ്രമാണം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പരിച്ഛേദന ഏറ്റ് തുടരണമായിരുന്നു. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ പത്രോസിൽ കൂടെ വെളിപ്പെടുത്തിയ സത്യം, പരിശുദ്ധാത്മാവ് പത്രോസിൽ കൂടെ വെളിപ്പെടുത്തിയ സത്യം ഇവിടെ പറയുന്നത്, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. നിങ്ങൾ ചോദിച്ചെന്നിരിക്കെ ഇത് മുഴുവൻ എഴുതി ഇങ്ങനെ തന്നാ മതിയായിരുന്നല്ലോ, ഈ പത്രോസിനെയും പൗലോസിനെയും ഉപയോഗിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു, ദൈവം എങ്ങനെ ആശയവിനിമയം നടത്തുന്നു, ദൈവ ആത്മീക സത്യങ്ങൾ നമുക്ക് എങ്ങനെ നൽകുന്നു, അത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കും. തന്റെ പരമാധികാരത്തിനനുസരിച്ച് ആത്മീക സത്യങ്ങൾ ദൈവജനത്തെ അറിയിക്കാൻ വേണ്ടി ദൈവം പല മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. ബിലെയാമിന്റെ കഴുതയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. വേദപുസ്തകം ലിഖിത രൂപത്തിൽ നൽകുന്നതിന് മുൻപ് ആത്മീക സത്യങ്ങൾ വാമൊഴിയായിട്ട് പല പ്രവാചകന്മാരിൽ കൂടെ ദൈവം നൽകി. അത് നമ്മൾ വേദപുസ്തകം ശ്രദ്ധിച്ചു വായിച്ചാൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകും. ഉദാഹരണം പറഞ്ഞാല് ഹാനോക്കിൽ കൂടെ വന്ന ആ പ്രവചനം 2500 വർഷം കഴിഞ്ഞ്, 2500-3000 വർഷം കഴിഞ്ഞ് യൂദായുടെ ലേഖനം ദൈവാത്മാവ് എഴുതിയ സമയത്ത് ഹാനോക്കിന്റെ പ്രവചനം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ദൈവാത്മാവ് ഒരു ഉദ്ധരണി എടുക്കുന്നു. അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, ദൈവവചനം വരമൊഴിയായിട്ട് നൽകപ്പെടുന്നതിന് മുൻപ് ദൈവം വാമൊഴിയായിട്ട് തന്റെ ദാസന്മാരിൽ കൂടെ വചനം നൽകിയിരുന്നു. ആദ്യ വാമൊഴിയായിട്ട് നൽകിയിരുന്നു. അത് കഴിഞ്ഞ് ന്യായപ്രമാണത്തിന്റെ 5 ബുക്സ് എഴുതപ്പെട്ട സമയത്ത് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും ദൈവം തന്റെ സത്യങ്ങളെ ദൈവജനത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തി. ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അവിടെ അത് അബ്രഹാമിന്റെ ഒരു സമകാലീനരായിരുന്നു ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, അന്ന് ലിഖിത രൂപത്തിൽ ദൈവവചനം ഇല്ലായിരുന്നെങ്കിലും വാമൊഴിയായിട്ട് ദൈവവചനം ഉണ്ടായിരുന്നവർക്ക് ദൈവവചനം വ്യക്തമായിരുന്നു. അപ്പൊ അങ്ങനെ വാമൊഴിയായിട്ട് പ്രവാചകന്മാരിൽ കൂടെ നൽകി എന്ന് മാത്രമല്ല, ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നാം കാണുന്നത് ദൈവവും മനുഷ്യനോട് നേരെ സംസാരിച്ചു. അപ്പൊ ദൈവം വെളിപ്പാട് എങ്ങനെയാ നൽകേണ്ടതെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കണം. അതുകൊണ്ട് ഈ പത്രോസിൽ കൂടെ എന്തുകൊണ്ട് നൽകി, പൗലോസിൽ കൂടെ എന്തുകൊണ്ട് നൽകിയ ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ്. ആ പരമാധികാരത്തിൽ ആദ്യമേ ആദാം ഹവ്വയോട് ദൈവം ഡയറക്ട്ലി വാമൊഴിയായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഹാനോക്കിന്റെ ഒക്കെ സമയം വന്നപ്പോഴത്തേക്ക് ദൈവം പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു. ഇയ്യോബിന്റെ സമയം വന്നപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ദൈവവചനം വാമൊഴിയായിട്ടും ഉണ്ടായിരുന്നു. ദൈവം ഡയറക്ട്ലി മനുഷ്യനോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. തന്റെ വചനം മനുഷ്യന്റെ അടുത്ത് എത്തിക്കുവാൻ വേണ്ടി ദൈവം ആ കാലങ്ങളിൽ സ്വർഗദൂതന്മാരെ ദൂതന്മാരെ ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. റെയറായിട്ടുള്ള ഒരു കേസിൽ കഴുതയിൽ കൂടെ ദൈവം ആ വ്യക്തിയോട് സംസാരിച്ചതായിട്ട് നാം കാണുന്നു. കുറച്ചുകൂടെ ആ മോശയുടെ യുഗമൊക്കെ കഴിഞ്ഞ് നമ്മള് ജഡ്ജസിന്റെ സമയം വരുമ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച ജഡ്ജസിൽ കൂടെ ദൈവം സംസാരിച്ചതായിട്ട് നാം കാണും. അതുപോലെ തന്നെ ശമൂവേലിന്റെ ഒക്കെ പുസ്തകങ്ങളിൽ വരുമ്പോൾ ദൈവം പുരോഹിതന്മാരിൽ കൂടെ, പ്രത്യേകിച്ച് മഹാപുരോഹിതന്മാരിൽ കൂടെയും അതുപോലുള്ള പല ലീഡേഴ്സിൽ കൂടെ സംസാരിച്ചതായിട്ട് കാണുന്നു. പുതിയ നിയമ യുഗം വന്നപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം ചില പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു. അഗബോസിന്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ പുതിയ നിയമ യുഗത്തിൽ ദൈവം പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ആ പെരുമാറ്റച്ചട്ടത്തിൽ സാരമായ മാറ്റങ്ങൾ വരുത്തിയതായിട്ട് കാണും. ആ മാറ്റത്തിൽ ഒന്നാണ്, പുതിയ നിയമ യുഗം തുടങ്ങിയപ്പോൾ, കൃപായുഗം തുടങ്ങിയപ്പോൾ ദൈവം പ്രവചന വരം ധാരാളം ആളുകൾക്ക് കൊടുത്തു. എന്നാൽ ദൈവവചനം പുതിയ നിയമം എഴുതപ്പെടും തോറും പ്രവാചകന്മാരുടെ സംഖ്യ കുറഞ്ഞു പോയതായിട്ട് നാം കാണുന്നുണ്ട്. ആൻഡ് ഫൈനലി ദൈവം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ നിയമ സത്യങ്ങൾ അതിന്റെ മെജോറിറ്റി പൗലോസിൽ കൂടെയും അതിന്റെ ഒരു ചെറിയ ഭാഗം പത്രോസിൽ കൂടെയും യാക്കോബിൽ കൂടെയും യൂദായിൽ കൂടെയും നൽകിയതായിട്ട് നാം കാണും. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഉപയോഗിച്ച് ദൈവം എഴുതി ഇങ്ങ് തരാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ആ പരമാധികാരത്തിൽ ഓരോ യുഗത്തിൽ ദൈവം ഓരോ പെരുമാറ്റച്ചട്ടമാണ് ഉപയോഗിച്ചത്. പുതിയ നിയമത്തിൽ പുതിയ നിയമ സത്യങ്ങളെ വ്യക്തമായിട്ട് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ആദ്യമേ പത്രോസിനെയും അത് കഴിഞ്ഞ് പൗലോസിനെയാണെന്നുള്ളത് നമ്മൾ
വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 34-35 നാം വായിക്കുന്നത്, അപ്പോൾ പത്രോസ് ആധികാരികമായിട്ട് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ആ മുന്നോട്ടുള്ള വാക്യം. അപ്പം ദൈവത്തിന് മുഖപക്ഷം രക്ഷയുടെ കാര്യത്തിൽ ഇല്ലെങ്കിൽ രക്ഷ കഴിഞ്ഞ് വിശ്വാസികളുടെ ജീവിതത്തിൽ മുഖപക്ഷം പാടില്ലെന്നുള്ളത് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കും. യാക്കോബ് 2:1 അവിടെ നാം വായിക്കുന്നത്, സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം കാണിക്കുന്നതിനെ കുറിച്ച് ചില എക്സാമ്പിൾസ് അവിടെ ഉണ്ട്, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. സോ പുതിയ നിയമത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യഹൂദനും യവനനും യഹൂദനും വിജാതീയനും ഇല്ല. പഴയ നിയമ യുഗത്തിലാണ് ആ ഒരു സ്ത്രീ കർത്താവിന്റെ അടുത്ത് വന്നപ്പോൾ കർത്താവ് പറഞ്ഞത് മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കരുതെന്ന്. അന്ന് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യഹൂദനും വിജാതീയനും തമ്മിലുള്ള അന്തരം മാറ്റി. അങ്ങനെ മാറ്റിയതിന്റെ കാരണം കൊണ്ട് ക്രിസ്തു സഭയുടെ ഉള്ളിലും യാതൊരു രീതിയിലുള്ള മുഖപക്ഷം പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ക്രിസ്തു സഭയിൽ മുഖപക്ഷമുണ്ടോ? വളരെയധികം ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിൽ കടന്നു പോകുന്നില്ല. എന്നാൽ ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവസഭയിൽ ഉണ്ടെങ്കിൽ അവിടെ ആകട്ടെ, മനുഷ്യൻ പാപിയാണ്, അതുകൊണ്ട് അത് ഉണ്ടാകും. എന്നാൽ എന്റെയും നിങ്ങളുടെയും സഹോദര സഹോദരിമാരെ, എന്റെയും നിങ്ങളുടെയും ബിഹേവിയറിൽ ആ മുഖപക്ഷം വരുവാൻ പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കും. ലേവ്യ പുസ്തകം 19:15 ഒന്ന് നോട്ട് ചെയ്തേര്. ലേവ്യർ 19:15 പഴയ നിയമത്തിലും ഇങ്ങനെ തന്നെ ദൈവം പറഞ്ഞിരുന്നു. അത് മറ്റൊരു രീതിയിലാണ്, ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്, എളിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെയും നിന്റെ കൂട്ടുകാരന് നീതിയോടെ ന്യായം വിധിക്കണം. ഇത് ഇന്ന് ക്രിസ്തു സഭയിൽ മുഖപക്ഷം പാടില്ല എന്നുള്ളതിന്റെ പശ്ചാത്തലമാണെന്ന് ഓർപ്പിക്കുന്നു. ഇത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് ആകുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 5:21 പിന്നെ ഇത് തന്നെ പറഞ്ഞു. 1 തിമോത്തിയോസ് 5:21 നാം വായിക്കുന്നത്, നീ പക്ഷമായി ഒന്നും ചെയ്തുകൊണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കാണിക്കുന്നു. പറഞ്ഞതിന്റെ അർത്ഥം മുഖപക്ഷം പാടില്ല. അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. കീപ് ദീസ് ഇൻസ്ട്രക്ഷൻസ് വിതൗട്ട് പാർഷ്യാലിറ്റി ആൻഡ് ഡു നത്തിങ് ഔട്ട് ഓഫ് ഫേവറേറ്റിസം. സോ പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രീതിയിലുമുള്ള ഫേവറേറ്റിസം അല്ലെ പാർഷ്യാലിറ്റി പാടില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. പൗലോസ്, നമ്മളിപ്പം വായിച്ച ആ വാക്യങ്ങളിൽ പൗലോസ് സംസാരിക്കുകയാണ്. ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിക്കുകയാണെന്നുള്ളത് നാം മറക്കരുത്. ഇത് പൗലോസ് അല്ല സംസാരിക്കുന്ന, ദൈവാത്മാവാണ്. പൗലോസ് യെരുശലേമിലുള്ള ആ ലീഡർഷിപ്പിനോട് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അത് അവരുടെ മുഖം നോക്കിയല്ല, ദൈവം അവർക്ക് കൊടുത്ത പൊസിഷനനുസരിച്ചാണെന്നുള്ള ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതേ പ്രാക്ടീസ് ആയിരിക്കണം. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിൽ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വായിക്കുന്നു. ഗലാത്യ ലേഖനം 2:7-8 നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്, പരിശുദ്ധാത്മാവാണത്, പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് മനസ്സിലാക്കി വരാൻ കുറച്ച് ടൈം എടുത്തു. എന്നാൽ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു 100 വശങ്ങളുണ്ട്. അത് പത്രോസും യെരുശലേമിലുള്ള ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്തി, പൗലോസും യെരുശലേമിലുള്ള ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്തി. അല്ലാതെ ഇത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയാണെന്നും പറഞ്ഞ് അവരവരുടെ വഴിയിൽ പോകയല്ല അവർ ചെയ്തത്. ഈ പുതിയ നിയമ മാതൃക സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ അക്കൗണ്ടബിലിറ്റി, വളരെയധികം അക്കൗണ്ടബിലിറ്റി. ദൈവം നമുക്ക് തന്ന കാര്യങ്ങൾക്ക് നമ്മൾ സഭയിലുള്ള ലീഡർഷിപ്പിനോടും മാത്രമല്ല, വിശ്വാസികളുടെ മധ്യേ ആ സഭയുടെ സ്ഥിരതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റ് സീനിയർ സഹോദരന്മാരോടും നമ്മുടെ ജീവിതത്തിൽ അക്കൗണ്ടബിലിറ്റി കാണിക്കണം എന്ന് ദൈവവചനം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. ആക്ച്വലി നമുക്ക് പട്ടത്തു സഭകളിലുള്ളതുപോലുള്ള ഒരു ഹൈറാർക്കി ഇല്ല. അച്ഛന്മാരില്ല, തിരുമേനിമാരില്ല,
ബിഷപ്സ് ഇല്ല, ആർച്ച് ബിഷപ്സ് ഇല്ല. അതിന്റെ കാരണം കൊണ്ട് ദൈവം നമുക്ക് അരാജകത്വം അനുവദിച്ചു തന്നിരിക്കുകയാണെന്നുള്ള ഒരു ഫീലിംഗ് ധാരാളം വേർപാടുകാർക്കുണ്ട്. ദൈവവചനം ഓർപ്പിക്കുന്നത് നമ്മളിപ്പം ഇന്ന് വായിച്ചു തുടങ്ങിയ അവിടുന്ന് മുന്നോട്ട് ആ വാക്യങ്ങൾ എടുത്താൽ, ലോകപ്രകാരം അവരുടെ ആരുടെയും പൊസിഷൻ ഞാൻ നോക്കിയില്ല, എന്നാൽ എനിക്ക് ദൈവാത്മാവ് തന്ന ശുശ്രൂഷ ഞാൻ അവരോട് വ്യക്തമായിട്ട് പങ്കിട്ടു, അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. പത്രോസ് ചെയ്ത കാര്യം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഇപ്പോൾ ഉദ്ധരണി വായിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ദൈവം വിളിച്ചു, ദൈവം പത്രോസിനും പൗലോസിനും വെവ്വേറെ ശുശ്രൂഷ കൊടുത്തു. അതിന്റെ കാരണം കൊണ്ട് പത്രോസും പൗലോസും തമ്മിൽ ഒരു വേണ്ട അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി. അവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് അവരവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുകയല്ല ചെയ്തത്. അന്ന് അവരെക്കാൾ സീനിയർ ആയിട്ടുണ്ടായിരുന്ന വിശ്വാസികള്, സഭാ മൂപ്പന്മാര്, അതുപോലെ ആദ്യ സഭയിലുള്ള ലീഡേഴ്സ് അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട് ആൻഡ് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ എന്നുള്ള ഈ രണ്ട് ഫ്രേസസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്രോസിന് കൊടുത്ത ശുശ്രൂഷയല്ലായിരുന്നു പൗലോസിന് കൊടുത്തു. ഈ പ്രസ്താവന 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് ദൈവാത്മാവ് പറയുന്ന പ്രസ്താവനയുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമാകുന്നത്, ദൈവം എല്ലാവർക്കും ഒരു ശുശ്രൂഷയല്ല. ദൈവം ശുശ്രൂഷ നൽകുമ്പോൾ ആ ശുശ്രൂഷയിൽ വളരെയധികം വൈവിധ്യം. ഈവൻ സുവിശേഷം പറയുന്ന ശുശ്രൂഷ ദൈവം ആർക്കെങ്കിലും കൊടുത്താൽ, ചിലർക്ക് കുട്ടികളോട് ദൈവവചനം പറയുന്നതായിരിക്കും ചിലർക്കുള്ള ഗിഫ്റ്റ്. മറ്റ് ചിലർക്കുള്ള ഗിഫ്റ്റ് അക്രൈസ്തവരോട് അവർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലാകാവുന്ന ആലങ്കാരിക പ്രയോഗം ഉപയോഗിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും ചിലരുടെ ഗിഫ്റ്റ്. മറ്റ് ചിലരുടെ ഗിഫ്റ്റ് നിരീശ്വരവാദികളോട് സംസാരിച്ച് അവർ ദൈവവചനത്തിനെതിരെ സംസാരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞ് അവരുടെ വായടച്ചിട്ട് അവരോട് സുവിശേഷം പങ്കിടുന്നതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരേ ശുശ്രൂഷയല്ല. ഇത് ഞാൻ എടുത്തു പറയേണ്ടത് ആവശ്യമാണ്. കാരണം വേർപാട് സമൂഹം തുടങ്ങിയ കാലം തൊട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്ന എല്ലാവരും ഒരേ രീതിയിലുള്ള സുവിശേഷ വേല ചെയ്യണം എന്നൊരു പ്രതീക്ഷ പലർക്കും. നമ്മള് പട്ടണത്തിലെ കവലെ ചെന്ന് കൈകൊട്ടി ഒരു പാട്ട് പാടി അത് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഈ സകല നശിച്ച പാപികളെയും സുവിശേഷം മനസ്സിലാക്കി കൊടുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് വേദപുസ്തകത്തിൽ നിന്ന് 2 അധ്യായം മുഴുവൻ വായിച്ച് അത് കഴിഞ്ഞ് 1 മണിക്കൂർ സുവിശേഷം പറയുന്നതാണ് സുവിശേഷ വേല എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കുണ്ട്. അതല്ല സുവിശേഷ വേല. ആർക്കെങ്കിലും അതിനുവേണ്ടി വിളിയുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ. എന്നാൽ സുവിശേഷ വേലയ്ക്ക് ഒരു 100 രീതികളുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. പൗലോസിനും പത്രോസിനും വെവ്വേറെ ശുശ്രൂഷ കൊടുത്തതെന്നുള്ള ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കി കൊടുത്തു. അവർ അത് അവരെക്കാൾ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ട് പങ്കിട്ടു. ഞാൻ സുവിശേഷകന്മാരുടെ കാര്യം മാത്രം പറഞ്ഞു. എന്നാൽ സുവിശേഷകന്മാർ മാത്രമല്ല, രക്ഷയുടെ അനുഭവമുള്ള എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ഈ ശുശ്രൂഷകളിൽ തന്നെ വളരെ വൈവിധ്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എക്സാക്ട് ശുശ്രൂഷ എന്ത് എന്ന് മനസ്സിലാക്കി അത് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സഭയിൽ എല്ലാവരും അവരവരുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഭയ്ക്ക് പോഷണം ലഭിക്കും. ഒരു ടീമിൽ എല്ലാവരും ഗോൾ കീപ്പേഴ്സ് അല്ല, എല്ലാവരും ഒരിടത്ത് നിന്നല്ല കളിക്കുന്നത്. എനിക്കധികം അറിയത്തില്ല ഫുട്ബോളിനെ കുറിച്ചൊന്നും. ഗോൾ കീപ്പർ ഉണ്ടെന്ന് മാത്രം അറിയാം. എല്ലാവർക്കും ഒരേ പൊസിഷൻ അല്ല. ക്രിക്കറ്റ് എനിക്ക് 0 നോളജ് ആണ്. എന്നാൽ ഒരു കാര്യം കണ്ടിട്ടുണ്ട്, ബൈ ചാൻസ് ചില സമയത്ത് ക്യാപ്റ്റൻ ആളുകളെ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്, നീ അവിടെ പോ, നീ അവിടെ പോ, നീ അവിടെ പോ. എല്ലാവരും ഒരിടത്ത് നിന്ന് കളിക്കാനല്ല പറയാം. ആത്മീക ജീവിതം ഒരു ടീം വർക്കാണ്. ഒരു ടീം വർക്കാണെന്ന് ദൈവവചനം ആവർത്തിച്ചോർപ്പിക്കുന്നു. ഈ ടീമിൽ എല്ലാവരും ഒരു ജോലിയല്ല ചെയ്യും. ഈ ടീമില് 10 പേരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ 15 രീതിയിലുള്ള ചുമതലയായിരിക്കും ദൈവാത്മാവ് നൽകിയത്. അത് മനസ്സിലാക്കി അവരവരുടെ ശുശ്രൂഷ ചെയ്യുന്നതിൽ നമ്മൾ സക്രിയമായിരിക്കണം എന്ന് ദൈവവചനം ദൈവാത്മാവ് പ്രത്യേകം ഓർപ്പിക്കും. അപ്പൊ ജാതികൾക്കായി പൗലോസിന്റെ കൂടെയും അഗ്രചർമ്മക്കാരുടെ ഇടയിൽ പത്രോസിന് ശുശ്രൂഷ കൊടുത്തു.
എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ദൈവം നൽകിയ ശുശ്രൂഷയിൽ വൈവിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാരെയും ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കണം. ഇതേ കാര്യം ദൈവവചനം ആവർത്തിച്ചു പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:34-35 നമ്മൾ വായിച്ചല്ലോ. ഇതിന്റെ കൂടെ എഫേസ്യ ലേഖനം 3:6 ഒന്ന് നോട്ട് ചെയ്യണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 3:6 നോട്ട് ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 15:7-9 ഒന്ന് നോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വൈവിധ്യത്തെ കുറിച്ച് വലിയ കൺഫ്യൂഷൻ ഉണ്ടായ ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് 2-ാം അധ്യായം 8-9 ഇംഗ്ലീഷില് 7-ാം വാക്യം തൊട്ടാണ്. ഈ ഭാഗം ഇംഗ്ലീഷിലും മലയാളത്തിലും ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ട്. മലയാളം 2-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് 8-9 8 തന്നെ ഫുള്ളില്ല. എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടും എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ഇതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞ ആ വാക്യം ഇപ്പോഴാണ് നാം വായിച്ചത്. ഇതില് ചിലരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന 1 യാക്കോബ്, 2 കേഫ. പത്രോസും പൗലോസും തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിന്റെ കാരണം കൊണ്ട് പൗലോസ് എപ്പോഴും പത്രോസിനെ തന്റെ പെറ്റ് നെയിമായിട്ടായിരുന്നു വിളിക്കുന്നത്. യാക്കോബ്, കേഫ, യോഹന്നാൻ ഇവര് 3 പേരുമായിരുന്നു യെരുശലേമിലെ സീനിയർ മോസ്റ്റ്. അപ്പം അവര് യഹൂദന്മാരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുമെന്നും പൗലോസ് വിജാതിയരുടെ ഇടയ്ക്കും വർക്ക് ചെയ്യുമെന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി പൗലോസും ബർന്നബാസ്. ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ 3 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ട് യാക്കോബ്, കേഫ, യോഹന്നാൻ. ഇവരാരുമല്ല പൗലോസിനെ വിളിച്ചത്. ഇവരാരുമല്ല പൗലോസ് വിജാതിയരുടെ ഇടയ്ക്ക് സുവിശേഷ വേല ചെയ്യണം എന്നുള്ളത് പൗലോസിനെ ബോധ്യപ്പെടുത്തിയത്. പൗലോസിന് ഇവരോട് പോയി പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ദൈവാത്മാവ് ഡയറക്ട്ലി വിളിച്ച ഒരു വ്യക്തിയാണല്ലോ. അങ്ങനെ ഡയറക്ട്ലി വിളിച്ചതുകൊണ്ടും അതുപോലെ ദൈവാത്മാവിൽ നിന്ന് നേരെ വെളിപ്പാട് ലഭിച്ചതിന്റെ കാരണം കൊണ്ടും പൗലോസ് അങ്ങ് വിജാതിയരുടെ ഇടയ്ക്ക് പോയി സുവിശേഷ ഘോഷണം ചെയ്താൽ മതിയായിരുന്നു. അവിടാണ് പുതിയ നിയമ സഭയിലുള്ള അക്കൗണ്ടബിലിറ്റി. പുതിയ നിയമത്തിൽ ദൈവം എല്ലാ വിശ്വാസികളും, സുവിശേഷകന്മാർക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും ഒരു അക്കൗണ്ടബിലിറ്റി. നമ്മൾ കടപ്പെട്ടവരാണ്. ആരോടാണ് കടപ്പെട്ടതെന്നുള്ളത് അത് ഓരോ വ്യക്തിയുടെ പൊസിഷൻ. രക്ഷിക്കപ്പെട്ട മക്കൾ അവരുടെ അപ്പനും അമ്മയോട് കടപ്പെട്ടവരാണ്. അവർ അതൊരിക്കലും മറക്കരുത്. രക്ഷിക്കപ്പെട്ട ഭാര്യമാര് ഭർത്താവിനോട് കടപ്പെട്ടവളാണ്, അല്ലെ കടപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട പുരുഷന്മാർ അവര് സഭയിലുള്ള മൂപ്പന്മാരോടും ക്രിസ്തുവിനോടും കടപ്പെട്ടവരാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഭാര്യയ്ക്കും മക്കൾക്കും ഇല്ലില്ല. അവർക്ക് ഏതായാലും ഉണ്ട്. എല്ലാവരും ക്രിസ്തുവിനോട് കടപ്പെട്ടവരാണ് എന്നുള്ളതിന് സംശയമില്ല. എല്ലാവരും മൂപ്പന്മാരോട് കടപ്പെട്ടവരായെന്ന് സംശയമില്ല. ഞാൻ അതൊന്ന് കാറ്റഗറി വൈസ് ഡിവൈഡ് ചെയ്തതേ ഉള്ളൂ. സഭയിലുള്ള എല്ലാ പുരുഷന്മാരും സഭയിലുള്ള മൂപ്പന്മാരോടും ക്രിസ്തുവിനോടും കടപ്പെട്ടവർ. ആ രീതിയിൽ വേണം അവർ സഭയിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഞാൻ സുവിശേഷകനാണ്, എന്നെ ദൈവമാ വിളിച്ചത്, എന്നെ ദൈവമാക്കിയത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നെന്ന് ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം വർക്ക് ചെയ്യും എന്നുള്ള ആ ക്ലെയിം ശരിയല്ല. അത് വേദ വിപരീതമാണ്. ദൈവം എഴുന്നേൽപ്പിച്ച ഏറ്റവും വലിയ അപ്പോസ്തലനായ പുതിയ നിയമത്തിലെ മർമ്മങ്ങളെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമാക്കിയ പൗലോസ് പോലും പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും തന്റെ ആ ഓബ്ലിഗേഷൻ വ്യക്തമാക്കി ഇന്നതാണ് എന്റെ വിളി എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞത്. ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ആരും പഠിപ്പിക്കേണ്ട, ദൈവമാണ് എന്നെ വിളിച്ചത്. എന്റെ ശുശ്രൂഷ എന്തെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എപ്പോ പോകുന്നു, അതാരും അന്വേഷിക്കേണ്ട. അങ്ങനെ ക്ലെയിം ചെയ്ത ആളുകളാണ് കഴിഞ്ഞ 50 വർഷങ്ങളിൽ വേർപാട് സഭയെ നശിപ്പിക്കാൻ ഏറ്റവും മുൻപോട്ട് നിന്നതെന്നുള്ളത് സഹോദര സഹോദരിമാർ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകളെ കാശ് കൊടുത്ത് പുൾപിറ്റ് കൊടുത്ത് പോഷിപ്പിക്കുന്നത് നമ്മളിൽ ചിലർക്ക് അതൊരു ഹോബിയാണ്. കാരണം അങ്ങനെയുള്ള ആളുകളെ പോഷിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഭയിൽ ആരോട് ശത്രുതയുണ്ട് അവർക്കെതിരെ അവര് പ്രവർത്തിച്ചു. അങ്ങനെയുള്ളവരെ സഹോദരന്റെ സഹോദരിയുടെ എതിര് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ പോഷിപ്പിക്കുമ്പോൾ
നാം അവർ ചെയ്യുന്നതിന് പങ്കാളികളാണ്. കാരണം അവരെ പോഷിപ്പിച്ചത് നാമാണ്. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരീക്ഷിച്ചൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. ഇന്ന് വേർപാട് സമൂഹത്തിൽ നാം കാണുന്ന എല്ലാ അരാജകത്വത്തിന് ഇതാ കാരണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വേർപാട് സമൂഹത്തിലുള്ള ഒരു വലിയ ശതമാന അരാജകത്വത്തിന്റെ മൂലകാരണം ഈ ചിന്താഗതിയാണ്. ഞാൻ എന്ത് ചെയ്യുന്നെന്ന് ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എവിടെ പോകണം എന്നാരും തീരുമാനിക്കേണ്ട ആവശ്യമില്ല, എന്നെ ദൈവമാണ് വിളിച്ചത്, അതുകൊണ്ട് ഞാൻ ഏത് സഭയിലാ പോകുന്ന ആ സഭയിലെ മൂപ്പന്മാര് പോലും എന്നെ കുറിച്ച് അന്വേഷിക്കണ്ട, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം എനിക്കിഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെ ഓപ്പണായിട്ട് പ്രഖ്യാപിച്ച ഡസൻ കണക്കിന് സഹോദരന്മാർ നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നു. വേർപാടിൽ ഇന്ന് നാം കാണുന്ന അരാജകത്വം വേർപാടിൽ വരുവാൻ വേണ്ടി ഒരു നല്ല പങ്ക് അവരാണ് വഹിച്ചത്. കാരണം നാം കേൾക്കുന്നതാണ് നമ്മെ സ്വാധീനിക്കുന്നത്. അത് ഇംഗ്ലീഷിൽ നല്ല പവർഫുൾ ആയിട്ടാണ്, ഐഡിയാസ് ഹാവ് കോൺസിക്വൻസ്. നാം കേൾക്കുന്നതാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. നാം കേൾക്കുന്നതിനനുസരിച്ച് നാം ചിന്തിച്ചു പോകും. ആഗ്രഹിച്ചില്ലെങ്കിൽ ചിന്തിച്ചു പോകും. അതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാൻ പാടില്ല. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ച ഒരു കാര്യമാണ്, വേർപാട് വിശ്വാസികളുടെ ഇടയ്ക്ക് അരാജകത്വം സ്പ്രെഡ് ചെയ്യുവാൻ വേണ്ടി ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് മഞ്ഞപത്രങ്ങൾ. ഈ മഞ്ഞപത്രങ്ങൾ വിശ്വാസികൾ ഒരിക്കലും വായിക്കാൻ പാടില്ല, ഒരിക്കലും അവരുടെ വീട്ടിൽ കയറ്റുവാൻ പാടില്ല, അവരുടെ മക്കള് ഒരിക്കലും അത് കാണുവാൻ പോലും പാടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം മഞ്ഞപത്രങ്ങളുടെ എല്ലാ ലക്ഷ്യം ഒന്നാണ്, ആരാണ് അരാജകത്വത്തിന്റെ യജമാനൻ? സാത്താനാണ് ഈ ലോകത്തിൽ അരാജകത്വം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം വെച്ചിരുന്ന ആ പെരുമാറ്റച്ചട്ടത്തെ ലംഘിച്ച് അവിടെ അരാജകത്വം വരുത്താൻ വേണ്ടി സാത്താനാണ് ശ്രമിച്ചത്. അത് തന്നെയാണ് നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദൈവം വിളിച്ച സിംഹം പൗലോസിന് യാക്കോബിനോടോ കേഫായോടോ യോഹന്നാനോടോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആവശ്യമില്ലാതെ. എന്നാൽ ഗലാത്യ ലേഖനം 2-ാം അധ്യായം 8 തൊട്ട് 8-9 നാം വായിക്കുന്നത്, എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നെന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന പൗലോസ് തൂണായിട്ട് എണ്ണപ്പെട്ടിരുന്നില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 14 ലേഖനങ്ങൾ പൗലോസിന്റെ തൂലികയിൽ കൂടെ വന്നെങ്കിലും പൗലോസ് സഭയിലെ ഒരു തൂണല്ലായിരുന്നു. തൂണുകളായിട്ട് എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. അതാണ് പുതിയ നിയമത്തിലെ പെരുമാറ്റച്ചട്ടം. ഇന്ന് ഇന്ത്യയിൽ 2500-ലധികം സുവിശേഷകന്മാര് ഒരു പൈസ പോലും ശമ്പളമില്ലാതെ, റെഗുലറായിട്ട് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടിന്റെ വാഗ്ദാനം ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ കാരണം എന്ത്? കൂട്ടായ്മയുടെ വലം കൈ. ഫൈനാൻസ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഇവിടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അവരെ പ്രാർത്ഥിച്ചു വിട്ട വിശ്വാസികളുമായിട്ടുള്ള അവരുടെ ആ വ്യക്തിബന്ധവും കൂട്ടായ്മയും. പുതിയ നിയമ മാതൃക പഴയ നിയമത്തിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആണ്. 2, ഈ പുതിയ നിയമ മാതൃക നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്, അല്ലാതെ നമ്മുടെ ഇടയ്ക്ക് അരാജകത്വം പ്രചരിപ്പിക്കുന്ന ആളുകളിൽ നിന്നല്ല എന്ന് ഓർപ്പിക്കട്ടെ. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.